ഹലോ എവരി വൺ. ലോ ഓഫ് അസംഷൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ഓഫ് അസംഷനിൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സെൽഫിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ വേറെ പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം മാനിഫെസ്റ്റേഷനിൽ കോമൺ ആയിട്ട് കോച്ചുമാരാണെങ്കിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, ലോ ഓഫ് അസംഷനെ കുറിച്ചാണെങ്കിലും കുറച്ചുകൂടി നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷനിൽ കോച്ചിങ് കൊടുക്കുന്ന അല്ലെ വീഡിയോസ് ചെയ്യുന്ന കുറേ ചാനൽസും കോച്ചുമാരും ഒക്കെ മലയാളത്തിലുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ആദ്യമൊക്കെ തന്നെ എന്താ പറയുന്നത് കുറേ ടെക്നിക്കുകളെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. അതുപോലെ ടെക്നിക്കുകളെക്കുറിച്ചും അല്ലെങ്കിൽ അഫർമേഷൻസിനെ കുറിച്ചുമൊക്കെ എനിക്ക് വീഡിയോസ് ചെയ്യാമായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഈ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ കോറായിട്ടുള്ള സംഭവം. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യാതെ നമ്മൾ എന്ത് ടെക്നിക്ക് എത്ര കാലം ചെയ്താലും അതൊന്നും ഒരിക്കലും വർക്കാവാൻ പോകുന്നില്ല. ഇപ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, അവരിപ്പം അവരുടെ സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ജോലി അങ്ങനെ അവരെന്ത് ഗോളായിക്കോട്ടെ, ഇപ്പം പല ചാനൽസിൽ നമുക്ക് കാണാൻ പറ്റും. പല ലോ ഓഫ് അസംഷൻ്റെയും ലോ ഓഫ് അട്രാക്ഷൻ്റെയൊക്കെ പല ചാനൽസിൻ്റെ അടിയിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കമൻറ്റാണ്, ഞാൻ 1 വർഷമായിട്ട് ചെയ്യുന്ന എനിക്ക് റിസൾട്ടൊന്നുമില്ല, ഞാൻ 2 വർഷമായിട്ട് ചെയ്യുന്ന എനിക്ക് റിസൾട്ടൊന്നുമില്ല, ഞാൻ 6 മാസമായിട്ട് ചെയ്യുന്നു, 3 മാസമായിട്ട് ചെയ്യുന്നു, ഒരാഴ്ചയായിട്ട് ചെയ്യുന്നു, എനിക്ക് റിസൾട്ടൊന്നുമില്ല. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. കാരണം ലോ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ റിസൾട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലാക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം റിസൾട്ട് നമ്മൾ ലോ ഓഫ് അസംഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ഡിസയർ ആയിക്കോട്ടെ അത് നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുകയല്ല. ആ ഡിസയർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളതിനെ ചൂസ് ചെയ്യാണ് മാത്രമാണ് ചെയ്യുന്നത്. ലോ ഓഫ് അസംഷനെ കുറിച്ച് പലരും മാനിഫെസ്റ്റേഷനിൽ അവർക്കത് കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലോ ഓഫ് അസംഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ലോ ഓഫ് അസംഷൻ എന്താണെന്ന് സംസാരിക്കുമ്പോൾ ലോയെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്കും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ലോ ഓഫ് അസംഷൻ എന്ന ലോയെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എനർജി അങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഇപ്പം നമ്മൾ മാനിഫെസ്റ്റേഷൻസ് എല്ലാം പഠിച്ചു, നമ്മുടെ സെൽഫിൽ നമ്മൾ വർക്ക് ചെയ്തു, നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 3D, അതായത് നമ്മുടെ കറണ്ട് വേൾഡ്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡ്, നമ്മളതിൽ നോക്കിയിട്ട് പറയാം, അയ്യോ ഒന്നും നടക്കുന്നില്ലല്ലോ, അയ്യോ റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, അയ്യോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ. നിങ്ങൾ ഓൾറെഡി എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള സ്റ്റേറ്റ് നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അങ്ങോട്ടാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. അതങ്ങനെ തന്നെ നടക്കും. എനർജിക്ക് വേറെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. അത് എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലാക്കിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് ലാക്കിലോട്ട് തന്നെ പോകും. അല്ലെങ്കിൽ അത് നെഗറ്റീവിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് നെഗറ്റീവിലോട്ട് പോകും. അത് പോസിറ്റീവിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് പോസിറ്റീവിലേക്ക് പോകും. ഇപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അറിയത്തില്ല
നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ തോട്ട്സിലാണെങ്കിലും ഒറിജിനാലിറ്റിയിലാണെങ്കിൽ ഈ തോട്ട്സ് ഏതാ ഒറിജിനൽ ഏതാണെന്നുള്ള കാര്യം നമ്മുടെ ബ്രെയിൻ അറിയത്തില്ല. ഇപ്പം നമ്മളില്ലാത്തൊരു കാര്യം നമ്മുടെ മൈൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിൻ അത് കണക്കാക്കുന്നത് ഇത് ഓൾറെഡി നടക്കുന്ന കാര്യമാണ്. അതിനറിയത്തില്ല ഇത് നടക്കുന്നുണ്ടോ നടക്കുന്നില്ല. ആ ഫീലിങ്സ് വെച്ചാണ് നമ്മുടെ ബ്രെയിൻ അത് അളക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുക ഓക്കെ ഇത് നടന്നു കഴിഞ്ഞു, അപ്പം നമ്മുടെ റിയാലിറ്റിയിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും, തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. ഇപ്പം ഈ കുറേ കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ പറയുന്നത് നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നടക്കത്തില്ല. അതേപോലെ നമ്മളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറെ വലിയൊരു തെറ്റാണ്, നമ്മൾ മൂവ്മെൻറ്റ്സിൻ്റെ പുറകെ പോവും. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിൻ്റെ പുറകെ പോവും. പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ അയ്യോ കിട്ടുന്നില്ലല്ലോ. നമ്മൾ മൂവ്മെൻറ്റ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കൊരിക്കലും മൂവ്മെൻറ്റ്സ് കിട്ടത്തുമില്ല. നമ്മുടെ 3D കുറച്ചുകൂടെ ലാക്ക് നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ഡിസയർ നമ്മുടെ കയ്യിൽ എത്തത്തുമില്ല. നമ്മൾ ആദ്യം ഇപ്പം മാനിഫെസ്റ്റേഷനകത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കുക, ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം അതിനെ കാണേണ്ട ആവശ്യമില്ല. അതൊരു സ്പിരിച്വൽ ലോയാണ്, അത് ട്രൂ സ്പിരിച്വാലിറ്റിയാണ്. നമ്മളെ തന്നെ കണ്ടെത്തുകയാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിലുള്ള ആരെയല്ല നമ്മൾ ചേഞ്ച് ആക്കുന്നത്, ഒന്നിനെയല്ല നമ്മൾ ചേഞ്ച് ആക്കുന്നത്. നമ്മുടെ ഇന്നർ വേൾഡ് മാത്രമാണ് നമ്മൾ ചേഞ്ച് ആക്കുന്നത്. നമ്മളെയാണ് മാറ്റുന്നത്, അല്ലാതെ നമ്മൾ പുറത്തുള്ള ആരെയല്ല മാറ്റുന്നത്. ഇപ്പോൾ SP മാനിഫെസ്റ്റേഷൻ വരുന്ന ആൾക്കാർ, അതായത് ഒരു സ്പെസിഫിക് പേഴ്സണെ, അത് സ്പെസിഫിക് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ലവർ മാത്രമൊന്നുമല്ല, ആരും സ്പെസിഫിക് ആയിട്ടുള്ള ആരും ആയിക്കോട്ടെ, അവർ വരുമ്പം ഇപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിന് വരുന്നവർ അവരെ റിജക്റ്റ് ചെയ്തിട്ട് പിന്നെ ആ സ്ഥലങ്ങളിലേക്ക് അവർ അക്സെപ്റ്റഡ് ആവുന്നത് ആ മനുഷ്യർക്ക്, ഇവരെ റിജക്റ്റ് ചെയ്ത മനുഷ്യർക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഇവർക്ക് വന്ന മാറ്റം കൊണ്ടാണ്. അവരുടെ ഇന്നർ സെൽഫിൽ അവർ വർക്ക് ചെയ്ത് കഴിയുമ്പം അവരുടെ നെഗറ്റീവ് ബിലീഫ്സ് മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഡിസയർ എന്തോ അതവരെ കയ്യിലോട്ട് വരും. പിന്നെ നമ്മുടെ ഇഷ്ടമാണത്. ഇപ്പം നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യണം, നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യേണ്ട, അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ബേസിക്കായിട്ട് ലോയുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കോച്ചിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോസൊക്കെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ധാരാളമാണ്. ഈ വീഡിയോസ് മാത്രം മതി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ. പിന്നെ അതിലൊക്കെ ഉപരി നിങ്ങൾക്കൊരു എക്സ്പെർട്ടിൻ്റെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ച ഒരാളുടെ സഹായം വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങൾക്ക് സ്വയമേ കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു കോച്ചിങ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അസംഷൻ്റെയൊക്കെ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി നമുക്ക് പറയാം. നമുക്ക് സിമ്പിളായിട്ട് ലോ എന്താണെന്നൊന്ന് നോക്കാം. ലോ എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് ലോസ് പോലെ തന്നെ ഒരു യൂണിവേഴ്സൽ ലോ ആണ് ലോ ഓഫ് അസംഷൻ. ലോ ഓഫ് അസംഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നോ അത് നമ്മുടെ റിയാലിറ്റിയിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും, അത്രയേ ഉള്ളൂ. അത് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഒന്നുമില്ല. നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നോ അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ജനിച്ചപ്പം മുതലേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങനല്ല. നമ്മുടെ മൈൻഡിൽ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നമുക്കുണ്ടായ നമ്മുടെ ബിലീഫ്സ് വെച്ചാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നെഗറ്റീവിനെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആൾക്കാരാണ്. അതായത് ഒരു തീ കണ്ടാൽ നമ്മൾ തൊടാൻ പോകത്തില്ല, അത് നമ്മുടെ സേഫ്റ്റിയാണ്. അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ തിരിച്ചോടും, അല്ലെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് സാഹചര്യത്തിൽ ചെന്ന് നിൽക്കത്തില്ല. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. അതിനിപ്പം എന്തോ പറയുന്നത്, സിറ്റുവേഷൻ അതാണോ ഇങ്ങനാണോ അങ്ങനെയാണോ ഒന്നും നോക്കത്തില്ല. ഇപ്പം നമ്മൾ ഒരു പോസിറ്റീവ് സിറ്റുവേഷന് നമ്മളൊരു നെഗറ്റീവ് മീനിങ് ആണ് ആദ്യമേ ലൈഫിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതറിയത്തില്ല. അത് പോസിറ്റീവാണെന്ന് നമ്മുടെ ബ്രെയിൻ അറിയത്തില്ല. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ സിറ്റുവേഷൻസ് എപ്പോൾ വരുന്നു അപ്പോഴൊക്കെ ഇത് നെഗറ്റീവാണെന്ന് കരുതിയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ
നമ്മുടെ ബ്രെയിൻ ഇത് നെഗറ്റീവാണെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് മാറി നടക്കാൻ നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സേഫായിടത്ത് മാത്രം നിൽക്കാനേ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളെ അനുവദിക്കൂ. അത് നമ്മൾ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നൊരു കാര്യമാണ്. അത് ആരുടെയും തെറ്റല്ല. പക്ഷേ ഇപ്പം നമ്മൾ പണ്ട് കാലാകാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കാട്ടിൽ കിടന്ന് സർവൈവ് ചെയ്ത സമയത്ത് നമുക്കുണ്ടായിരുന്ന സാഹചര്യങ്ങളൊന്നുമല്ല ഇന്ന്. അന്ന് നമ്മളൊക്കെ നമ്മുടെ പൂർവികർ മൃഗങ്ങളെ പേടിച്ചിരുന്നവരാണ്. ഇന്ന് നമുക്ക് അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മീൻസ് നോർമലി പേടിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പോൾ കാട്ടിലൊക്കെ പോയിട്ട് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വന്യ മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വന്നിട്ടാണെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ പറഞ്ഞത്. നോർമലി ഇപ്പോൾ വീട്ടിനകത്ത് കിടക്കുന്ന ഒരാൾ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന ഒരാളെ പോലെ മൃഗങ്ങളെയോ അല്ലെങ്കിൽ ഇരുട്ടിനെയോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊന്നും ഇപ്പോഴും നമ്മുടെ ബ്രെയിൻ അറിയത്തില്ല. നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും സ്റ്റിൽ ആ സർവൈവൽ മോഡിൽ തന്നെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് അങ്ങനെ തന്നെ കാണിച്ചു തരത്തുള്ളൂ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ സേഫ്റ്റിയാണ്. അപ്പം നമുക്ക് ലോയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നോ, നമ്മുടെ അസംഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് കൂടുതൽ നെഗറ്റീവ് അസംഷൻസ് ആണെങ്കിലോ, ഇപ്പം എ എന്ന് പറഞ്ഞൊരാളെ എടുക്കാം. അപ്പം എക്ക് ഉള്ളത് എൻ്റെ ലൈഫ് ഒട്ടും ഈസിയല്ല, എൻ്റെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല. അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വിശ്വാസമായിട്ട് അവരുടെ തലയിൽ കയറിയതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ഒരു 6-7 വയസ്സ് കാലം വരെ നമ്മൾ കേട്ട അറിവുകളിൽ നിന്ന്, ഇപ്പം നമ്മുടെ പേരൻസൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്തും പോയത് ക്ലാരിഫൈ ചെയ്യാനൊന്നും നിൽക്കത്തില്ല. നമ്മളത് അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ പണത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതാണെങ്കിലും നമുക്ക് ഭയങ്കര നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാക്കും. ഇപ്പം നമ്മുടെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ പറ്റിച്ചു എന്ന് വിചാരിച്ചോ, അത് നമ്മുടെ മനസ്സിൽ പിന്നെ അതങ്ങനെ ഒരു നെഗറ്റീവ് ബിലീഫായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എല്ലാവരും നമ്മളെ പറ്റിക്കും, എൻ്റെ ലൈഫിലൊന്നും ശരിയാവത്തില്ല, എൻ്റെ കൂട്ടത്തിൽ ആരും നിൽക്കത്തില്ല, എന്നെ എല്ലാവരും ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ എന്നെ എല്ലാവരും വഞ്ചിക്കും, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള വിശ്വാസങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ലൈഫിൽ വരുന്ന എല്ലാ മനുഷ്യരും ഇയാളുടെ വിശ്വാസം ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇയാളുടെ ലൈഫിൽ വരുന്ന വ്യക്തികളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ എല്ലാം സിംപ്ലി പറഞ്ഞാൽ ഇയാളുടെ വിശ്വാസങ്ങൾ കറക്റ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇയാളുടെ ലൈഫിൽ വരുന്ന ആൾക്കാരെല്ലാം ഇയാളെ പറ്റിക്കും. ഇയാളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫായി തീരും. ഇവരുടെ ലൈഫിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ ലോ ഓഫ് അസംഷനിൽ നോക്കുമ്പോൾ നമുക്കൊരു റിയാലിറ്റി ഉണ്ട്. എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് റിയാലിറ്റി ഉണ്ട്. നമ്മുടെ റിയാലിറ്റി നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബിലീവ്സും നമ്മുടെ അസംഷൻസും ഒക്കെ കൊണ്ട് നമ്മളാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ റിയാലിറ്റിയിലെ ദൈവം നമ്മളാണ്. നമ്മളില്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പോലുമില്ല. നമ്മളാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റിയാലിറ്റിയിൽ നമ്മുടെ ബിലീഫ് എന്താണോ അത് സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന എല്ലാ മനുഷ്യരും നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആ മനുഷ്യർ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ബിലീഫുകൾ സത്യമാണെന്ന് അവർ തെളിയിച്ചു തരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. അതിനാണ് നമ്മുടെ ബിലീഫ്സ് മാറ്റുന്നത്. അല്ലാതെ നമുക്കൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പറ്റത്തില്ല എന്നല്ല, നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ സെൽഫിൽ നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. കാരണം അത് നമ്മുടെ അടുത്ത് വന്നാലും നമ്മുടെ മനസ്സ് അതൊരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് വെളിയിൽ നിന്നുള്ള എന്തോ ആണ്, ഇതെനിക്ക് ഹാനികരമാണ് എന്നാണ് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ടും ആ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പല മനുഷ്യർക്ക് ലോട്ടറി അടിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ ലോട്ടറി അടിക്കുന്നതിൽ പലരും ഒരു 1-2 വർഷം കഴിയുമ്പോൾ അവരുടെ കയ്യിൽ 1 രൂപ പോലും കാണത്തില്ല. അതെന്താണെന്നറിയാമോ? അവരുടെ ഐഡൻറ്റിറ്റിയോടെ മാച്ചിങ് ഇല്ല. ഈ പണം എനിക്ക് നിലനിൽക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് അതുമായിട്ട് മാച്ചല്ല.
ആ പണമുള്ളയാൾ എന്നുള്ള രീതിയിൽ മാച്ചല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിൽ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് കിടക്കും. അവരുടെ കയ്യിലൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കയ്യിലൊന്നുമില്ലാത്ത എത്രയോ പേര് അവരെ മൈൻഡ് സെറ്റ് ആദ്യം തന്നെ പണത്തെക്കുറിച്ച് ഭയങ്കര നല്ല മൈൻഡ് സെറ്റായിരിക്കും. അവർ തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് പൈസ സമ്പാദിക്കും, ഒരുപാട് ഉയരങ്ങളിലെത്തും. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യാതെ, നമ്മളൊരു ഡിസയർ ഇപ്പം മാനിഫെസ്റ്റ്, ഇപ്പം ചെറിയ ചെറിയ ഡിസയർ, ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ, അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ഉൾക്കൊള്ളാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മളൊത്തിരി എഫർട്ട് എടുത്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പിന്നെ അതുമല്ല, നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ സെൽഫ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുമ്പം ഭയങ്കര ഈസിയാവും നമ്മുടെ മാനിഫെസ്റ്റേഷൻ. പിന്നെ നമുക്ക് ഭയങ്കര എക്സ്ട്രാ എഫർട്ടൊന്നും എടുക്കേണ്ടി വരത്തില്ല. നമ്മൾ നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 98-99% നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അതിന് ശേഷം പിന്നെ നമ്മുടെ ഡിസയറിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. മാനിഫെസ്റ്റേഷൻ വളരെ സിമ്പിളാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ മെൻ്റൽ ഡയറ്റ് നോക്കുക. മെൻ്റൽ ഡയറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടാം. മെൻ്റൽ ഡയറ്റിൽ ഇപ്പോൾ ഇതാരെങ്കിലും പ്രൈമറി ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മെൻ്റൽ ഡയറ്റിൽ ആദ്യം നമ്മൾ ഇത്രയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം ഗോസിപ്പിംഗ് കംപ്ലീറ്റ് നിർത്തുക. കംപ്ലീറ്റായിട്ടും ഗോസിപ്പിംഗ് നിർത്തുക. എന്തിനെക്കുറിച്ചും, അതിപ്പം വ്യക്തികളെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ ഇപ്പോൾ രാഷ്ട്രങ്ങളെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ ആയിക്കോട്ടെ, മെയിനായിട്ടും ഗോസിപ്പിംഗ് നിർത്തുക. രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ സ്ക്രോളിങ്. അനാവശ്യമായിട്ടുള്ള സിനിമകൾ, അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള റീൽസുകൾ. കാരണം ഇപ്പം ഒരു SP മാനിഫെസ്റ്റേഷനിലിരിക്കുന്ന ഒരാളാണെന്ന് വെക്കട്ടെ, ഇപ്പം ഇവരൊരു കാമുകനോ അല്ലെങ്കിൽ കാമുകിയോ ഒക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഒരു റീല് കാണുക. അതൊക്കെ കാണുമ്പം ഇത് ഇവരുടെ മൈൻഡിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, വ്യക്തികളെയൊക്കെ തൽക്കാലം ഇപ്പം നമുക്ക് ആരെയും ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് അകറ്റി നിർത്തുക. നമ്മൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. നമ്മളൊന്ന് ശക്തരാകുന്നിടം വരെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. പിന്നെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കാണാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം പോയി നിൽക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ മെൻ്റൽ ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ 3D ചെക്കിങ്. നമ്മുടെ കറണ്ട് വേൾഡ്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ 3Dയിലല്ല നടക്കുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ 4Dയിലാണ് നടക്കുന്നത്. അതായത് നമ്മുടെ അസംഷൻസിലും നമ്മുടെ ഇമാജിനേഷനിലുമാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ 3Dയിൽ മെറ്റീരിയലൈസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുക, നിങ്ങൾ കുറച്ച് നാൾ മുന്നേ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. അങ്ങനെയാണ് 3Dയിൽ മെറ്റീരിയലൈസ് ആവുന്നത്. അതുകൊണ്ട് നോ 3D ചെക്കിങ്. എന്ത് വന്നാലും 3Dയിൽ നോക്കാതിരിക്കുക. നോക്കിയാലും റിയാക്റ്റ് ചെയ്യാതിരിക്കുക. നോക്കാതിരിക്കുക, റിയാക്റ്റ് ചെയ്യാതിരിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഓവറായിട്ട് സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. നിങ്ങളെപ്പോഴും ഓർക്കുക, നിങ്ങളാണ് നിങ്ങളുടെ ക്രിയേറ്റർ. നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ അനുവദിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും സുപ്രീം പവർ. നിങ്ങളെ വിശ്വസിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മെൻ്റൽ ഡയറ്റിനെ കുറിച്ചും ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് നോക്കുക. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഹാപ്പി മാനിഫെസ്റ്റേഷൻ.